നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല സുഹൃത്തുക്കളും ഇതേപോലുള്ള ബൂം ബാരിയർ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ബയോമെട്രിക് സിസ്റ്റംസ് കണ്ടിട്ടുണ്ടാവും, ഡോർ ആക്സസ് കൺട്രോൾ സിസ്റ്റംസ് കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇൻട്രോയിൽ കണ്ട പോലെയുള്ള പല ഡിവൈസുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവയെ പറ്റിയൊക്കെ അറിയാനായിട്ട് പല സുഹൃത്തുക്കൾക്കും താല്പര്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു അറിവിലേക്കായിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരും ദിവസത്തെ വീഡിയോകളിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. നമുക്ക് ആദ്യം ഈ ബൂം ബാരിയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ മുതൽ തുടങ്ങാം. ബൂം ബാരിയർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റാണ്. ഇത് നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകുക, അതേപോലെ തന്നെ വണ്ടി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകുക. അങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ ഫ്ലാറ്റുകൾ അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഈ ബൂം ബാരിയർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കാര്യം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ബേസിക് ആയിട്ട് വരുന്നത്, നമുക്ക് വെഹിക്കിൾ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടൊരു വെഹിക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റം ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള വയറുകളാണ് നമ്മളിവിടെ കാണുന്നത്. 2 വയറുകളാണ്. ഇവ ഒരു കോയിൽ രൂപത്തിൽ സെറ്റ് ചെയ്ത രീതിയിലാണ് ഉണ്ടാകുക. അത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ആ ഒരു സംഭവം ഗ്രൗണ്ടിൽ വെക്കുക. അപ്പോൾ ഇതിന് മുകളിലേക്ക് വാഹനം എത്തിക്കഴിയുമ്പോൾ വാഹനം എത്തി എന്നുള്ള ഒരു സിഗ്നൽ സംവിധാനം അതിൻ്റെ വെഹിക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റത്തിലേക്ക് എത്തും. അവിടെ നിന്ന് അതിൻ്റെ കൺട്രോൾ യൂണിറ്റിലേക്ക് ഒരു കമാൻഡ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കട്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വയറിങ് ചെയ്തിട്ടുള്ളത്. 2 വയറുകളാണ് അതിനുണ്ടാകുക. അത് നേരെ ഇങ്ങനെ ഒരു കോയിൽ രൂപത്തിൽ ചുറ്റി ഫ്ലോറിൽ ചുറ്റിയാണ് വന്നിട്ടുണ്ടാവുക. അവിടെ നിന്ന് നേരെ വരുന്നത് ഈ യൂണിറ്റിൻ്റെ അകത്തേക്കാണ്. ഇനി നമുക്ക് വിശദമായിട്ട് യൂണിറ്റിൻ്റെ അകത്ത് അഴിച്ച് അതിൻ്റെ അകത്തെ വെഹിക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റം അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ജസ്റ്റ് ഒരു അറിവിലേക്ക് മാത്രമായിട്ട് ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സിസ്റ്റം എന്ന് അറിയാനായിട്ട് താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടി മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് ഒരു വെഹിക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഫ്ലോറിൽ കണ്ടിട്ടുള്ള സംവിധാനം. ആ 2 ഗ്രീൻ വയറുകളാണ് നമ്മളിവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഇതിന് ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു പവറും കാര്യങ്ങളും ഉണ്ടാവും. ഒരു കമാൻഡ് ഔട്ട് പോകാനുള്ള സംവിധാനവും ഉണ്ടാവും. അപ്പോൾ വെഹിക്കിൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വെഹിക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് ഈ CPU-യിലേക്ക്, ഇതിൻ്റെ കൺട്രോൾ പാനലിലുള്ള മെയിൻ സിസ്റ്റത്തിലേക്ക് ഒരു കമാൻഡ് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മുടെ 24 വോൾട്ടിലുള്ള ഒരു DC മോട്ടറിനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിട്ടാണ് ഈ ബൂം ബാരിയറിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുകയും അതേപോലെ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയറിയാം, 27/9/2010 ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അത് മേക്ക് ചെയ്തിട്ടുള്ള ആ സമയത്താണ്. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങൾ വരുന്നത്. ഇത് നമ്മൾ വരുന്ന സമയത്ത് മൊത്തത്തിൽ ഡാമേജ് ആയി കിടക്കുമായിരുന്നു. വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തൊക്കെ നോക്കി ഉഡായിപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. റെക്ടിഫയർ യൂണിറ്റ് പോയതായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ഡയോഡ് സെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതേപോലെ വയറും കാര്യങ്ങളൊക്കെ വെച്ച് ഉഡായിപ്പായിട്ട് ചെയ്ത് വെച്ചേക്കാണ്. എന്തായാലും 2 കൊല്ലമായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് കാര്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ സിസ്റ്റത്തിൽ വരുന്ന ബേസിക് ആയിട്ടുള്ളൊരു സംഭവം. പ്രധാനമായിട്ടും ഈ കൺട്രോൾ പാനലാണ് ബാക്കി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന സിഗ്നലിനെ, വെഹിക്കിൾ എത്തിയെന്ന് കഴിഞ്ഞാൽ ആ സിഗ്നലിനെ വെച്ചുകൊണ്ട് ബൂം ബാരിയറിനെ ഓപ്പൺ ആക്കുക. അതേപോലെ ഒരു വെഹിക്കിൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സിഗ്നൽ ലഭിക്കും. അതിനനുസരിച്ച് മോട്ടോർ വർക്ക് ചെയ്യും. ബാക്കി ലിമിറ്റ് സ്വിച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് അതിനെ കട്ട് ചെയ്യുക. കാരണം ബാരിയർ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്താൽ കട്ടാണ്, ഫുള്ളായിട്ട് ഓപ്പൺ ആയാലും കട്ടാണ്. മോട്ടറിൻ്റെ റൊട്ടേഷൻ നിൽക്കണം. അതിനാണ് ആ ലിമിറ്റ് സ്വിച്ച് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സ്പ്രിങ് ചാർജ്ഡ് ആയിട്ടായിരിക്കും ആ ഒരു സിസ്റ്റം നിൽക്കുക. നമുക്ക് ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ഫുൾ ചാർജ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ക്ലോസിംഗ് ആകുന്ന സമയത്ത് ഫുള്ള് സ്പ്രിങ് ചാർജ് ആയിരിക്കും. അത് നമ്മൾ ഇനി ഓപ്പൺ ആക്കുന്ന സമയത്ത് ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷനിൽ ഫുള്ളായിട്ട് അത് ഓപ്പൺ ആയിട്ട് പോരുകയും ചെയ്യും. ഇനി നമുക്കത് മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡിൽ കാര്യങ്ങളൊക്കെയാണ് ഈ വന്നിട്ടുള്ളത്. ഇത് പഴയ മോഡലാണ് കേട്ടോ. ഏകദേശം ഒരു 10 കൊല്ലത്തോളം പഴക്കമുണ്ട്. 2010 സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ പഴക്കമുള്ളൊരു ഡിവൈസാണ്. ഈ ലിമിറ്റ് സ്വിച്ചിലാണ് നമുക്ക് കൃത്യമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ബൂം ബാരിയറിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. എത്രത്തോളം അത് വരണം എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നു. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് IR സെൻസറുകളാണ്. അപ്പോൾ നമ്മൾ ഈ ബൂം ബാരിയറിൻ്റെ 2 വശങ്ങളിലായിട്ട് IR സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം വാഹനം കടന്നു പോകുന്ന സമയത്ത് ഒരിക്കലും ഈ ബൂം ബാരിയർ താഴത്തേക്ക് വീഴാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ IR സെൻസറുകൾ നമ്മളവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ബൂം ബാരിയർ നോക്കാം. ഇത് ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോസ്റ്റെക് UK പുതിയ മോഡലായിട്ടുള്ള ഒരു ബൂം ബാരിയർ സെറ്റാണ്. ഇതിൻ്റെ അകത്തേക്ക് നോക്കിയാൽ ഇത്തിരി ഭംഗിക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും കാര്യമാക്കേണ്ട. വാറണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് പവർ സപ്ലൈ കാര്യങ്ങളുണ്ട്. 150 വാട്ട്സിൻ്റെ മോട്ടർ കാര്യങ്ങളാണ് വരുന്നത്. അതേപോലെ തന്നെ ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പ്രോഗ്രാം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ എത്ര മിനിറ്റ് കൊണ്ട് താഴണം അല്ലെങ്കിൽ എത്ര സെക്കൻഡ് കൊണ്ട് താഴണം
എത്ര സെക്കൻഡ് കൊണ്ട് അപ്പാകണം, ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഈ പുതിയ മോഡൽ സംവിധാനത്തിൽ ഡിജിറ്റലായിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ നെറ്റ്വർക്ക് കേബിളുകൾ കണക്ട് ചെയ്തിട്ടുള്ള മറ്റു പല സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഇത് ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ മറ്റത് കണ്ടെന്ന് വെച്ചാൽ സെക്കൻഡറി ആയിട്ട് നിൽക്കുന്ന ഒരു ബൂം ബാരിയറാണ്. അവിടെ നമുക്ക് വെഹിക്കിൾ വന്നാൽ ഉടനെ അത് ഓപ്പൺ ആകും. പക്ഷേ ഇവിടെ അതേപോലെയല്ല. ഇവിടെ നമുക്ക് നമ്മൾ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ മാത്രമേ ഇവിടുന്ന് കയറാൻ പാടുള്ളൂ. അതായത് ഫ്രണ്ട് സൈഡിൽ വെക്കുന്ന ബൂം ബാരിയറാണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഐഡൻറ്റിറ്റി ഉള്ള ഒരു വെഹിക്കിളിൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അല്ലെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആ വാഹനം അകത്തേക്ക് കടത്തിവിടാൻ പാടുള്ളൂ. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള സംവിധാനം യൂസ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന RFID സിസ്റ്റമാണ് നമുക്കതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റിനയാണ് ഈ കാണുന്നത്. വരുന്ന വെഹിക്കിളിൽ നമ്മൾ നമ്മുടെ ഫാസ്ടാഗ് പോലുള്ളൊരു സംഭവം ഘടിപ്പിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഫാസ്ടാഗിൽ തന്നെ നമുക്കത് ഇൻക്ലൂഡ് ചെയ്ത് ഘടിപ്പിക്കാനും പറ്റും. പുറത്തേക്ക് പോകുമ്പോൾ ഇതേപോലുള്ള പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൂം ബാരിയർ തുറക്കുകയും ചെയ്യും. പുറത്തേക്ക് പോകുന്നതിന് പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വെഹിക്കിളിന് മുകളിലേക്ക് ബൂം ബാരിയർ വീഴാതിരിക്കാനായിട്ട് ഒരു IR സെൻസറും അതിൻ്റെ അകത്ത് ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ മറ്റാരാണോ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവർക്ക് മാനുവലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഇതേപോലുള്ള പുഷ് ബട്ടൺസ് കാര്യങ്ങൾ നമ്മളവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മാനുവലായിട്ട് ഓപ്പൺ ചെയ്യുകയും അതേപോലെ തന്നെ മാനുവലായിട്ട് തന്നെ നമുക്കതിനെ ക്ലോസ് ചെയ്യിക്കുകയും ചെയ്യാനായിട്ടും സാധിക്കും. മിക്കവാറും നമ്മൾ പൊതുവേ കണ്ടുവരുന്ന എല്ലാ ബൂം ബാരിയറുകളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടാകുക. ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ബേസിക് ആയിട്ട് എല്ലാ സെറ്റപ്പും ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വെഹിക്കിൾ എത്തിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ RFID കാർഡ്. ഇത് നമ്മൾ സ്റ്റിക്കർ ടൈപ്പാണ്. ഇത് നമ്മൾ വെഹിക്കിളിൽ ഒട്ടിക്കും. വെഹിക്കിൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്ത് ഗേറ്റിനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും കൂടിയാണ് ഇത് ചെയ്യുന്നത്. നമുക്കിത് ഫാസ്ടാഗിലേക്കും കൂടി പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.